മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ നാളെ നടക്കാനിരിക്കുന്ന ഫിഖ്ഹ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കുക. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നിസ്കരിക്കണം, സുർഖയായാൽ ശുദ്ധിയാകും, 9 ചാന്ദ്രവർഷം, പിന്നെ കയറ്റി കഴുകുക, കുറഞ്ഞതിന് ഇളവില്ല, വാജിബിന് പിന്നെ കുറഞ്ഞതിന് ഇളവുണ്ട്. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ഫർള് എന്നും പറയപ്പെടും. ഫർള് എന്നും പറയപ്പെടും എന്തിന്? വാജിബിന്. പിന്നെ സമയമായാൽ ഉടൻ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പം വാജിബിന് എന്നുള്ള ഒന്നാമത്തേത്, നിസ്കരിക്കണം എന്നുള്ള രണ്ടാമത്തേത്. മൂന്നാമത്തേത് ലഹരി ദ്രാവകങ്ങൾ സ്വയം എന്ത് ആവും? ശുദ്ധിയാവൽ എങ്ങനെയാ? സുർക്കയായാൽ ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. അടുത്തത് മൂക്കിൽ നിന്നുള്ള രക്തം എന്താണ്? കുറഞ്ഞതിന് ഇളവുണ്ട്. കുറഞ്ഞതിന് ഇളവുണ്ട്. പിന്നെ 5ാമത്തെ ചോദ്യം ഹൈല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്രയാണ്? 9 ചാന്ദ്രവർഷം. പിന്നെ 6ാമത്തെ ചോദ്യം കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകണം. കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകണം. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. രാത്രി രക്തം നിന്നാൽ ഡാഷ് നോമ്പെടുക്കാം. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. 2ാമത്തെ ചോദ്യം ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ എന്താണ്? അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. 3ാമത്തെ ചോദ്യം പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ എന്താണ്? വിരോധമില്ല. അവിടെ എന്തെഴുതണം? വിരോധമില്ല. ഇനി 3ാമത്തെ പ്രവർത്തനം ഓരോ ഉദാഹരണം വീതം എഴുതാനാണ്. ഹറാം ഏതാണ്? മദ്യപാനം. മുത്തവസ്സിത്തായ നജസുകൾക്ക് ഉദാഹരണം മലം, മൂത്രം, രക്തം, ജലം. അതിലേതെങ്കിലും ഒന്ന് എഴുതാം. ഹലാലായതിന് ഉദാഹരണമായിട്ട് വില കൂടിയ ഭക്ഷണം കഴിക്കൽ, വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. ഇവ ഏതെങ്കിലും ഒന്ന് എഴുതാം. പിന്നെ ഫർള് കിഫായയ്ക്ക് ഉദാഹരണമാണ് മയ്യത്ത് നിസ്കാരം. ഇനി 2 വീതം എഴുതാനാണ്. ഒന്നാമത്തേത് വുളൂഇന്റെ സുന്നത്തുകൾ. ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. കിബിലയിലേക്ക് തിരിയുക, തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകുക, മിസ്വാക്ക് ചെയ്യുക. ഇവയിലേതെങ്കിലുമൊക്കെ എഴുതാട്ടോ. ഇനി 2ാമത്തേത് ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാം. അതിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? നിസ്കാരം, നോമ്പ്, സുജൂദ്, ത്വവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ. അതുപോലെ സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കലിനിടയിൽ ഇണങ്ങിച്ചേരൽ, ത്വലാഖ് ചൊല്ലൽ. അവയിൽ ഏതെങ്കിലും 2 എഴുതാട്ടോ. ഇനി അടുത്തത് ഇളവുള്ള നജസുകൾക്ക് ഉദാഹരണം. 2 എഴുതേണ്ടത്. അതിൽ നമുക്ക് ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവയുടെ രക്തം, അതൊന്ന് എഴുതാം. പിന്നെ മുഗല്ലലല്ലാത്ത അന്യരക്തം, അതായത് മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈല് രക്തം, അതുപോലെയുള്ളതിനൊക്കെ കുറഞ്ഞതിന് മാത്രം ഇളവുണ്ട്. അപ്പൊ അവയിൽ ഏതെങ്കിലും 2 പഠിച്ചു വെക്കാട്ടോ. പിന്നെ 3 വിധം നജസുകളിൽ 2. ഏതൊക്കെ 3 വിധം നജസ്? മുഖഫഫ്, മുതവസ്സിത്ത്, മുഗല്ലല്. അപ്പൊ അവയിൽ ഏതെങ്കിലും 2 എഴുതാം. 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനാണ്. അതിൽ 1ാമത്തെ ചോദ്യം 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ടത് എന്തൊക്കെയാണ്? അഊദു, ബിസ്മി, 2 ഷഹാദത്ത് കലിമ, പിന്നെ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ. ഇനി 2ാമത്തെ ചോദ്യം ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? ഹൈല്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. 3ാമത്തെ ചോദ്യം നിസ്കാരം സാധുവാകാൻ ശുദ്ധിയായിരിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരം സാധുവാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ശരീരം, വസ്ത്രം, സ്ഥലം എന്ന് എഴുതാം.
ഇനി മുഖഫഫായ നജസിന്റെ ഉദാഹരണം നമുക്ക് എന്തെഴുതാം? 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം, അല്ലേ? ഇനി താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. 6ാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാനാണ്. കുറഞ്ഞത്, സാധാരണ, കൂടിയാൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഹൈലിൻ്റെയും നിഫാസിൻ്റെയും കാലയളവാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഹൈലിൻ്റേത് ഏറ്റവും കുറഞ്ഞത് എത്രയാ? ഹൈലിൽ കുറഞ്ഞത് 1 ദിവസം, സാധാരണ 6-7 ദിവസം, പിന്നെ കൂടിയാൽ 15 ദിവസം. ഇനി നിഫാസിന്റെ കാര്യത്തിൽ കുറഞ്ഞത് അല്പസമയം, സാധാരണ 40 ദിവസം, കൂടിയതോ 60 ദിവസം. ഇനിയുള്ളത് വ്യക്തമാക്കാനാണ്. ആദ്യം ഹൈല്. ഹൈല് എന്നാൽ എന്താണ് ഹൈല് എന്ന് പറഞ്ഞാൽ? ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹൈല്. ഇനി മുഗല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഗല്ലൽ എന്ന് പറഞ്ഞാൽ നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും, അല്ലേ? ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതും. ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇനി അവസാനത്തെ പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തേത് മനുഷ്യന്റെ ശവം നജസാണ്. മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവയുടെ ശവം നജസ് അല്ലല്ലേ? അപ്പോൾ അത് തെറ്റാണ്. പിന്നെ 2 കുല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്റർ, അപ്പൊ ശരിയാണ്. പിന്നെ മുബാഹ് എന്നത് സുന്നത്തിന്റെ മറ്റൊരു പേരാണ്. ഹലാലിന്റെ മറ്റൊരു പേരാണ് മുബാഹ്. പിന്നെ ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നിസ്കരിക്കാം, അപ്പൊ അതും ശരിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യ പേപ്പറിലുള്ളത് കേട്ടോ. അപ്പൊ മക്കള് ക്ലാസ് നന്നായിട്ട് പഠിക്കുക, പരീക്ഷ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ.